ഞാനിവിടെ വരുമ്പോൾ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു, എനിക്ക് എന്തെങ്കിലും ഒന്ന് തന്നെ പൊന്നൂസിനെ അങ്ങോട്ട് പുറത്തിറങ്ങണം, സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുമ്പോൾ തന്നെ പോകണം എന്നൊക്കെ. പക്ഷേ എനിക്ക് എവിടെ ചെന്നാലും നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഞാൻ നോക്കണ സ്ഥലങ്ങളൊക്കെ ഒരുപോലെ ഇരിക്കും, എവിടെ ചെന്നാലും അത് ഒരുപോലെ ആയിരിക്കും. ഇപ്പം മദീന സൈഡ് വരെ ഞങ്ങൾ ഒറ്റയ്ക്കാണ്, അവിടെ ചേട്ടായി ഉണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വെയിൽ കൊള്ളാണ്ട് പോണേ. അപ്പോൾ ചേട്ടായി വിളിച്ചിട്ട് പറഞ്ഞു വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു, പിന്നെ പൊന്നൂസിന് ഇച്ചിരി സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. അപ്പോൾ ചേട്ടായി വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ മദീന സൈഡിലോട്ട് പോരെ, ഞാൻ അവിടെ കണ്ടേക്കാമെന്ന് പറഞ്ഞു. ചേട്ടായി ഓഫീസിൽ നിന്ന് നേരെ അങ്ങോട്ടേക്ക് വന്നേക്കാം. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ചേട്ടായി വീട്ടിലോട്ട് വന്നിട്ട് തിരിച്ച് പോകണ അത്രയും പാടില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ രണ്ട് ഇറങ്ങിയിട്ടുണ്ട്. വെയിലുണ്ടോയെന്ന് ചോദിച്ചാൽ വെയിലുണ്ട്. പിന്നെ ബിൽഡിങ്ങിൻ്റെയൊക്കെ സൈഡിൽ കൂടെയുള്ള തണൽ, അങ്ങനെ തണൽ നോക്കിയാണ് ഞങ്ങൾ പോകുന്നത്. നമുക്കിനി അണ്ടർ പാസ് വഴിയാണ് പോകേണ്ടത്. ഇതിലേ മുങ്ങി നമ്മൾ അപ്പുറം പോകും, നേരെ ഓപ്പോസിറ്റ് ഉണ്ടോ മദീന സൈഡ്. നമ്മുടെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് വലിയ ദൂരമൊന്നുമില്ല, കുറച്ചുള്ളൂ, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. നടക്കാൻ എന്ന് വെച്ചാൽ ഇച്ചിരി ഉള്ളൂ. ഞങ്ങളിത് അണ്ടർ പാസിക്കട പോവാണ്. ഇതിൽ നല്ല ചൂടാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴേക്ക് നമ്മൾ വെന്ത് വരും മനോലയൊക്കെ തോന്നും. കാരണം അതിനിങ്ങനെ മേളിൽ ഇങ്ങനെ റോഡാണല്ലോ, ഇങ്ങനെ ഒരു ഗുഹയുടെ ഉള്ളിൽ കൂടെ പോകുന്ന പോലെയാണല്ലോ. അതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ ചേട്ടായിനെ നോക്കി അവിടെ ചെന്നൊരു 5 മിനിറ്റ് നിന്നു തോന്നുന്നു. അപ്പോഴത്തേക്കും ചേട്ടായി വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നിറങ്ങുമ്പോൾ എനിക്ക് നല്ല പേടിയായിരുന്നു. കാരണം നമ്മൾ ഇടുക്കിയിൽ നിന്നൊക്കെ വന്നതാണ്. അപ്പോൾ അവിടെ ആ ഇടുക്കിയും ഇതും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പം സത്യം പറഞ്ഞാൽ നമ്മളങ്ങനെ എപ്പോഴും എറണാകുളത്തിനോ അങ്ങനെയൊന്നും പോവാറില്ല. എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ പോകണോ അല്ലെങ്കിൽ നമ്മൾ വല്ലയിടത്തും ചുമ്മാ ഒന്ന് കറങ്ങാനൊക്കെ പോയിട്ട് വന്നു, അല്ലാണ്ട് നമ്മളെപ്പോഴും അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ വന്നിട്ട് കഴിഞ്ഞപ്പം നല്ല രീതിയിൽ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ചേട്ടായി ഉള്ളത് കാരണം സമാധാനം. അതുപോലെ ഫ്ലൈറ്റ് വന്നിറങ്ങുമ്പോഴാണല്ലോ എനിക്ക് ചേട്ടായിനെ കാണണോടം വരെ ഉള്ളിലൊരു തീയായിരിക്കും. കണ്ടു കഴിയുമ്പോഴാണല്ലോ ശ്വാസം നേരെ പോകുള്ളൂ. ഞാനും തമ്മിൽ കുറേ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ നല്ലപോലെ കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല, എല്ലാം ചെയ്യൊന്നുമില്ല. എങ്കിലും വേണമെങ്കിൽ ചക്ക വേരയിലും കഴിക്കും എന്ന് പറയണ പോലെ അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചെയ്തു പോകും. പിന്നെ ഈ ബാഗ് എനിക്ക് ഭയങ്കര ഉപകാരപ്പെട്ട ഒരു സാധനമായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ എന്തെങ്കിലും സാധനം മേടിക്കാൻ അല്ലെങ്കിൽ ചുമ്മാ നടക്കാൻ ഇറങ്ങിയിട്ടാണല്ലോ തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ എന്നാന്ന് പറഞ്ഞാൽ ഒരു കവർ സാധനം ഞങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ഈ തൂക്കി പിടിച്ചുകൊണ്ട് മോളെയും കൊണ്ട് വീട്ടിൽ ചെല്ലുമ്പോഴേക്കും ഞങ്ങൾ രണ്ടുപേരും പരിപ്പെടുക്കാറുണ്ട്. ഇത് വന്നേ പിന്നെ ഇതിനകത്ത് ഇട്ടുകൊണ്ട് പോവുക, വലിച്ചുകൊണ്ട് അങ്ങ് പോയാൽ മതി. രണ്ടുപേരും തൂക്കി പിടിക്കുകയും വേണ്ട. ആരെങ്കിലും ഒരാൾ മടുക്കുവാണെങ്കിൽ തന്നെ അടുത്തയാൾക്ക് ആണെങ്കിലും പിടിച്ചുകൊണ്ട് പോവാം. ഇവിടെ എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് ഇടവിട്ട് ഇങ്ങനെ ഫ്ലൈറ്റ് പോകണ കാണാം കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം പുറത്ത് വന്നിരുന്ന് റെസ്റ്റൊക്കെ എടുത്തു. കുഞ്ഞിപ്പെണ്ണ് കുറച്ച് മിഠായിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് തിന്നാൻ വേണ്ടിയാണ് ആളവിടെ വന്നിരുന്നത്. നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ മദീന സൈഡ്. നമ്മൾ അവിടെ നിന്ന് സാധനം മേടിച്ച് അണ്ടർ പാസ് വഴി ഇത് ഇപ്പുറം എത്തി നമുക്കൊരു 2-3 മിനിറ്റ് 3-4 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ നമ്മുടെ വീട്ടിലോട്ട്. എനിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിട്ട്, നല്ല രസമല്ലേ. നമ്മുടെ അവിടെ മരവും കുന്നും മലയൊക്കെ ആകുമ്പോൾ ഇവിടെ ഫുള്ള് ബിൽഡിങ്. അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ.